ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ തന്നിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ വൈജയൊക്കെ തിരിച്ച് വീട്ടിലെത്തി കിട്ടോ. അതിപ്പം ഇന്നും നാളെയും ഒക്കെ ആയിട്ട് നമ്മളെ കാണിക്കും. വൈജ തിരിച്ച് വീട്ടിലെത്തി. അത് ശിവശങ്കര മേനോന്റെയും അതുപോലെ ഗംഗാധര മേനോന്റെ ഒക്കെ നിർബന്ധം കാരണമാണ്. നിർബന്ധം മാത്രമല്ല, അവർ ചെറിയൊരു തന്ത്രമൊക്കെ ഇട്ടത് കൊണ്ടാണ്. അപ്പൊ അതൊക്കെ ഞാൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കേട്ട് കാണും. അപ്പൊ അതുകൊണ്ട് അതൊന്നും കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞ് ബോറാക്കുന്നില്ല. അങ്ങനെ നമ്മുടെ വൈജ തിരിച്ചെത്തിയാൽ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ വൈജ ഇനിയിപ്പോ അലീനയിട്ട് പൊരിക്കും. അതുപോലെയുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അത്ര ക്രൂരതയാണ് അലീനയോട് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും വൈജോട് ദേഷ്യം തോന്നുന്ന രീതിയിലുള്ള പല പല സംഭവങ്ങൾ നമ്മുടെ അലീനയ്ക്കെതിരായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അലീനയ്ക്ക് അതൊന്നും ഏൽക്കുന്നില്ല കേട്ടോ. അലീന അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ കളയുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പറയാട്ടോ. നമ്മുടെ അലീനയാണെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ ചരണേനെ കാണാൻ പോവുകയും ശരണേനെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ വൈജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം വൈജ പറയുന്നുണ്ട്, നീ എന്തിനാടി അവളെ വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്? ഈ കുടുംബത്തിൽ ഒരാൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ, ഒരാൾ ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന അവള് കാരണമാന്ന് പറഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ അലീന ചോദിച്ചു, അതെന്താ മേഡം അങ്ങനെ പറയുന്നത്? മേഡം ഒരിക്കലും അങ്ങനെ പറയരുത്. ഹരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. രോഹിത് തെറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ രോഹിത് ഇപ്പം ജയിലിൽ നിന്ന് വന്ന് ജാമ്യം കിട്ടിയൊക്കെ ഇതിലേ നടക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ ഓക്കെ. അല്ലാതെ പിന്നെ ശരണി കാരണം ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ മേഡം ശരിയാകുന്നത്? അങ്ങനെയൊന്നും ഒരിക്കലും പറയല്ലെന്ന് പറഞ്ഞപ്പോ, നീ വലിയ ശീലാവധി ഒന്നും കളിക്കണ്ടേ. നിനക്കൊരു വിചാരമുണ്ട്, എന്റെ മോന് ജയിലിൽ നിന്ന് ഇറങ്ങിയതും എല്ലാം നീ കാരണമാണെന്ന്. നീ കാരണമൊന്നും അല്ല എന്റെ മോൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്, അവൻ നിരപരാധി ആയതുകൊണ്ടാ. അപ്പൊ നമ്മുടെ അലീന പറഞ്ഞു, അതെ നിരപരാധി ആയതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ ഞാൻ കാരണമാണെന്ന് മേഡത്തിനോട് ഞാൻ പറഞ്ഞോ? ഒരിക്കലും ഞാൻ കാരണമല്ല മേഡം ഇറങ്ങിയത്. പിന്നെ അതിന് എന്തെങ്കിലും കാരണം ഞാൻ ആയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരിക്കും. അത് എന്റെ കഴിവൊന്നും അല്ല. ആ ക്രെഡിറ്റ് എനിക്ക് വേണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ ക്രെഡിറ്റ് വേണ്ടാത്ത ഒരാൾ വന്നിരിക്കുന്നു. നിനക്ക് ഈ ക്രെഡിറ്റ് ഒന്നും വേണ്ടെങ്കിൽ നീ എന്തിനാടി ഇവിടെ വലിഞ്ഞു തൂങ്ങി വന്ന് ഇവിടെ കിടക്കുന്നത്? നിനക്ക് ഈ വീട് വിട്ട് ഇറങ്ങി പൊക്കൂടെ? നീ എന്തിന് പട്ടി കടിച്ച് നിൽക്കുന്ന പോലെ ഇവിടെ നിൽക്കുന്നത്? ആട്ടി പായിച്ചിട്ടും പോകാത്ത ഒരു വാലാട്ടിപ്പട്ടി ആയി പോയില്ലോടി നീ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, അതായത് അതുപോലെ ഒരു വൃത്തികെട്ട സംസാരമൊക്കെ നമ്മുടെ വൈജ സംസാരിക്കുന്നുണ്ട്. അപ്പോഴും അലീന അതൊക്കെ തരണം ചെയ്ത് ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളയുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ രോഹിത്തിന് ആ ഒരു സമയത്തും വൈജയോട് പോലും മിണ്ടാനോ, തന്റെ അമ്മയാണ് വൈജ എങ്കിൽ പോലും വൈജയോട് പോലും ഒരു സിമ്പതിയല്ല, നമ്മുടെ വൈജയോട് പോലും ആ ഒരു സ്നേഹം കാണിക്കുന്നില്ല. പഴയ ഒരു സ്നേഹം വൈജയോട് ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ബാലചന്ദ്രനേക്കാൾ കൂടുതലൊരു സ്നേഹം നമ്മുടെ വൈജയോട് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സ്നേഹം പോലും വൈജയോട് കാണിക്കുന്നില്ല, അലീനയോട് കാണിക്കുന്നില്ല, ബാലചന്ദ്രനോട് കാണിക്കുന്നില്ല, ആരോടും കാണിക്കുന്നില്ല. അപ്പൊ പിന്നെ പതിയെ പതിയെ നമ്മുടെ അലീനയാണ് കേട്ടോ പിന്നെയും കുറച്ചൊക്കെ നമ്മുടെ രോഹിത്തിനെ മാറ്റിയെടുക്കുന്നത്. അപ്പൊ രോഹിത്തിനെ മാറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ രോഹിത്തിന് എന്ത് തോന്നി? അലീനയുടെ ആ ഒരു സ്വഭാവവും അലീനയുടെ ആ ഒരു രീതിയും ഒക്കെ രോഹിത്തിന് മനസ്സിലായി. രോഹിത്ത് തിരിച്ചറിഞ്ഞു അലീന നല്ലവളാണെന്നും അലീന പറയുന്നതിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്നും. ഇങ്ങനെ പുറകെ നടന്ന് എത്ര ആട്ടിപ്പായിച്ചിട്ടും, അതായത് നമ്മുടെ വൈജയനെ തല്ലാൻ തുടങ്ങിയിട്ടും, അതായത് വൈജയനെ തല്ലി എന്ന് പറയാം, ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ രോഹിത് വൈജയോട് പെരുമാറുന്നത്. അപ്പം ഒരമ്മയായ ആ ഒരു സ്ഥിതിക്ക് ക്ഷമിക്കേണ്ടതല്ലേ? എന്നിട്ട് പോലും നമ്മുടെ വൈജ അതിനോട് ക്ഷമിക്കുന്നില്ല. നമ്മുടെ രോഹിത്തിനോട് ദേഷ്യപ്പെടുന്നുണ്ട് പല കാര്യങ്ങളിലും. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നീ ചെയ്ത തെറ്റിന് ഞങ്ങൾ എന്ത് പിഴച്ചു? നിന്നെ ഇവിടെ പുറത്തിറക്കിക്കൊണ്ട് വന്നാണോ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ വൈജ സംസാരിക്കുകയാണേ രോഹിത്തിനോട്. പക്ഷെ അലീന അപ്പോഴും രോഹിത്തിനോട് മാന്യമായ രീതിയിൽ സാവധാനത്തില് പറഞ്ഞു മനസ്സിലാക്കാനും ചെയ്തത് ചെയ്തു ആ കാര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാതെ, അതായത് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാതെ ഇനി എന്താണ് ചെയ്യേണ്ടത്, നീ എങ്ങനെയാണ് ഇനി നടക്കേണ്ടത്, നീ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള രീതിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ അലീനയെ അടിച്ചാൽ കൂടി അലീന അവിടെ നിന്ന് അത് കൊണ്ടിട്ട് പറയുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു രീതിയാണ് അലീന പ്രകടിപ്പിക്കുന്നത് നമ്മുടെ രോഹിത്തിനോട്. അപ്പൊ അതുകൊണ്ട് തന്നെ രോഹിത്തിന് പതിയെ ഏകദേശം തലയിലേക്ക് അങ്ങ് കയറാൻ തുടങ്ങി. അലീന പറയുന്നതിൽ എന്തൊക്കെയോ കാര്യമുണ്ട്. അലീന പറയുന്ന പോലെ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം നല്ലത് തന്നെയാണ്. ഈ പറയുന്ന കൃഷ്ണയും ബാലചന്ദ്രനും അലീനയും ഒരു സിങ്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആ ഒരു ആത്മബന്ധമാണ്, അവരുടെ ഒരു സ്നേഹമാണ്. അപ്പൊ അവരുടെ കൂടെ കൂടിയിട്ടേ കാര്യമുള്ളൂ.
അവര് പറയുന്നതൊക്കെയാണ് ശരി, തന്റെ അമ്മയും ബബിതയും ഒക്കെ പറയുന്നത് ശരിയൊന്നും അല്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി എടുക്കുവാനുള്ള ഒരു പാകതയും പക്വതയും ഒക്കെ നമ്മുടെ രോഹിത്തിന് വരികയാണ് അലീനയുടെ ഓരോ വാക്കുകളിലൂടെ. ഇതിനോടകം തന്നെ നമ്മുടെ അലീന പറയുന്നുണ്ട്, ഒരിക്കലും നിന്നെ ഞാനല്ല രക്ഷിച്ചത്, നിന്നെ രക്ഷിച്ചത് ശരണ്യാണ്. നീ ഒരിക്കലും ശരണ്യയെ ദേഷ്യത്തോടെ കാണരുത്. നിന്റെ അമ്മ ശരണ്യയെ ദേഷ്യത്തോടെ കാണുന്നുണ്ട്, പക്ഷെ നീ ഒരിക്കലും ശരണ്യയെ ദേഷ്യത്തോടെ കാണരുത്. കാരണം അവൾ ഒരു നല്ല പെങ്കൊച്ചായതുകൊണ്ടാണ് നാനാ സൈഡിൽ നിന്നും അവൾക്ക് ഇങ്ങനെ പ്രഷർ വന്നിരുന്നു. നീ കുറ്റക്കാരനാണെന്നും നീ അവളെ റേപ്പ് ചെയ്തിട്ടുണ്ട് എന്നും പറയാനായിട്ട് പല പ്രമുഖരും രാഷ്ട്രീയ പ്രവർത്തകരും അങ്ങനെ പല ആൾക്കാരും അവളെ നിർബന്ധിച്ചിട്ടും അവൾ പറയാതിരുന്നത് അവൾക്കൊരു മനസ്സുള്ളത് കൊണ്ടാണ്, ഒരു മനസ്സാക്ഷി ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നീ ശരണ്യെ വെറുക്കരുത്, ശരണ്യെ കുറിച്ച് നീ അങ്ങനെ ചിന്തിക്കരുത്. പിന്നെ നീ ഒരു കാര്യം ചിന്തിക്കണം, നീയും ശരണ്യയും ഒരേ ത്രാസിൽ നിൽക്കുന്നവരാണ്. എല്ലാ കാര്യത്തിലും നീയും അറിയാതെ ഒരു ചതിയിൽ ചെന്ന് അകപ്പെട്ട ഒരാളാ നീ രോഹിത്തെ. നിനക്കും ഒരിക്കലും അതിനെക്കുറിച്ച് ഒത്തിരി ഇതൊന്നും അറിയത്തില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് ശരണ്യയും ഇതൊന്നും അറിയാതെ തെറ്റൊന്നും ചെയ്യാതെ സ്വന്തം കാമുകനെ എന്താ പറയാ സ്നേഹിച്ച് അവൻ പറയുന്നത് വിശ്വസിച്ച് അവന്റെ ചതിയിൽപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഈക്വൽ ആണ്, അല്ലാതെ ഒരിക്കലും നീ ഒരു പ്രതിയായിട്ട് ആരും നിന്നെ കാണുന്നില്ല. പതിയെ ഇതിനൊക്കെ ഒരു കാലം മായ്ക്കാത്ത മുറിവുകൾ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ രോഹിത്തിന് ശരണ്യനെ കാണാനും ശരണ്യോട് നന്ദി പറയാനും ഒക്കെ ഉള്ളൊരു ഇത് തോന്നിയിട്ട് നമ്മുടെ അലീനയോട് തന്നെ പറയാണ്. അപ്പൊ അലീന ചേച്ചി എന്നൊക്കെ വിളിച്ചു തുടങ്ങിയിട്ട് നമ്മുടെ രോഹിത്. അപ്പൊ അലീനയോട് പറയുന്നുണ്ട്, അലീന ചേച്ചി എനിക്ക് ശരണ്യനെ ഒന്ന് കാണണം, അവൾ ഇങ്ങോട്ടേക്ക് ഒന്ന് വിളിക്കുവോ? കാരണം ഒരിക്കലും എനിക്ക് ആ സ്ഥലത്തേക്ക് പോകാനായിട്ട് പറ്റത്തില്ലല്ലോ, എവിടെ ആ കോളനിയിലേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അലീന ചേച്ചി ഒരു കാര്യം ചെയ്യുക, അലീന ചേച്ചി ശരണ്യനെ ഒന്ന് വിളിക്കുവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഈ അലീനയുടെയും രോഹിത്തിന്റെയും ആ ഒരു സിങ്ക് കണ്ടിട്ടുണ്ടല്ലോ, വൈജയ്ക്ക് ഭയങ്കരമായിട്ടും അസ്വസ്ഥതയും കുശുമ്പും കുന്നായ്മയും ഒക്കെ വരികയാണ്. കാരണം ഇവര് തമ്മില്, അതെ നമ്മുടെ കൃഷ്ണമോളും അലീനയും എങ്ങനെയാണോ ആ ഒരു ഇതിൽ തന്നെയാണ് രോഹിത്തും അലീനയും പോകുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് അപ്പം അവനെയും നീ മടക്കി ചാക്കിലാക്കി അല്ലേടി, എനിക്ക് അറിയാടി, എല്ലാവരെയും നീ വശത്തിലാക്കിയിട്ട് എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ അല്ലേടി നിന്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അലീനയെ ഇങ്ങനെ ഹരാസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അലീനയെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സഹിക്കുന്നതിലും അപ്പുറമാണ് ഒരാൾക്ക്. നമ്മുടെ രോഹിത് ഇത് ഒരു ദിവസം കേട്ടതും നമ്മുടെ വൈജോട് ചെന്ന് പറഞ്ഞു, അമ്മ ഇനി ഒരു അക്ഷരം മിണ്ടി പോകരുത്, അമ്മയ്ക്ക് എന്ത് അർഹതയാണുള്ളത് ഇതിനെക്കുറിച്ചൊക്കെ പറയാനായിട്ട്. എന്നെ ഒരിക്കലും അലീന പാട്ടിലാക്കിയിട്ടൊന്നുമില്ല, ഒരിക്കലും അലീന എന്നല്ല അലീന ചേച്ചി എന്ന് തന്നെയാണ് വിളിച്ചു പറയുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ വൈജു ചോദിക്കും, അലീന ചേച്ചി എന്ന് പോലാണോ നിനക്ക് ഇവള് ചേച്ചി ആയത്? നിനക്ക് എന്നു മുതൽ ഇവള് ചേച്ചി ആയത്? നിന്റെ വിചാരം എന്താ? നീ രക്ഷപ്പെട്ടത് ഇവള് കാരണമാണെന്നോ? അതൊക്കെ നിന്റെ വെറും തോന്നലാ, നിന്റെ അച്ഛൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്ന അങ്ങനെ ഒന്നും അല്ല സംഭവം. നീ രക്ഷപ്പെട്ടത് നീ തെറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാന്ന് പറഞ്ഞപ്പോ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉള്ളത് വെളിയിൽ കൊണ്ടുവരാൻ ഒരാൾ ഉണ്ടായില്ലേ? അയാൾ എങ്ങനെ ഉണ്ടായി? അങ്ങനെ അയാൾക്ക് പറയാൻ തോന്നിയ കാര്യം എന്താണെന്ന് നമുക്കറിയാമോ? അത് അലീന ചേച്ചി തന്നെയാണ്. അലീന ചേച്ചി പറഞ്ഞു കൊടുത്ത ഓരോ കാര്യങ്ങൾ ആ കുട്ടിയുടെ മനസ്സിൽ കയറിയിട്ട് തന്നെയാണ് അവൾക്ക് ഞാൻ ചെയ്തത് തെറ്റാണല്ലോ എന്ന് തോന്നിപ്പോയത്. പിന്നെ എന്തിനാണ് വെറുതെ അലീന ചേച്ചിനെ എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്നത്? വേണ്ട, ഇനി അത് നിർത്തിക്കോ. വെറുതെ അമ്മ തന്നെ അമ്മയുടെ പല്ലിന്റെ ഇട കുട്ടി മണപ്പിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും നമ്മുടെ വൈജയ്ക്ക് വീണ്ടും ദേഷ്യം വന്നിട്ട്, ഇതിപ്പം പട പേടിച്ച് പന്തളത്തി വന്നപ്പോ അവിടെ പന്തം കൊളുത്തിപ്പടാന്ന് പറഞ്ഞ പോലെ ആയി പോയില്ലോ. ഞാൻ ഇവിടെ വന്നത് ഇവളെ ഇറക്കി വിടാനാ, എന്റെ ആങ്ങളമാരെല്ലാരും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കയറിയത്. എന്നിട്ട് ഇപ്പം എല്ലാവരും കൂടെ അവളെ അങ്ങോട്ട് എടുത്ത് തലയെ വെക്കുകയാണല്ലോ. നിനക്കൊക്കെ നന്ദി ഉണ്ടോടാ? നീ ജയിലിൽ കിടന്നപ്പോ ഞാൻ എന്തുമാത്രം കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എന്റെ കാലിന് പറ്റത്തില്ലായിരുന്നു, എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാ ഞാൻ നിന്നെ സഹായിക്കാതിരുന്നത്. അല്ലാതെ ഒരിക്കലും നീ എന്റെ മകനാ എന്ന് ഓർത്തിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുമായിരുന്നെങ്കിൽ അത്രയും ദിവസം പോയിട്ട് ഒരു ദിവസം പോലും ഞാൻ നിന്നെ ജയിലിൽ കിടത്തത്തില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചിലപ്പം അതൊക്കെ ശരിയായിരിക്കും അമ്മേ, പക്ഷെ ഇപ്പൊ അതൊന്നും അല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ അമ്മയുടെ കാല് പോയതും അമ്മ ഹോസ്പിറ്റലിൽ കിടക്കാൻ കാരണം ആരാ? ഞാനല്ലല്ലോ. ആരാ? അത് അമ്മ തന്നെയാണെന്ന് പറഞ്ഞപ്പോ നിന്റെ അച്ഛനല്ലേ എന്ന് പറഞ്ഞപ്പോ അച്ഛനൊന്നും അല്ല അതിന് കാരണം. ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ അറിഞ്ഞും എല്ലാ കാര്യങ്ങളൊക്കെ ഏകദേശം ഗ്രഹിച്ചിട്ടൊക്കെ തന്നെയാണ് ഞാൻ അമ്മയോട് സംസാരിക്കുന്നത്. എനിക്ക് ഇതിൽ കൂടുതൽ അമ്മയോടൊന്നും സംസാരിക്കാനില്ല. പിന്നെ കമലയാന്റിയുടെ റൂട്ടിലൂടെ പോവാതിരിക്കാന്ന് എനിക്ക് മാത്രമേ പറയാനുള്ളൂ. കമലയാന്റി കാണിച്ചു കൂട്ടുന്ന കുറച്ച് തെറ്റത്തരങ്ങളും അതുപോലെ നന്ദികേടുകളും ഒക്കെ ഉണ്ട്, അതൊന്നും കാണിച്ചു കൂട്ടരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അമ്മയായിട്ട് ജീവിക്കേ, വൈജയായിട്ട് ജീവിക്കുക, അല്ലാതെ അവിടെ ഇവിടെ യേശുടി പറഞ്ഞു കൊടുക്കുന്ന കമലയെ പോലെ ആകരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ രോഹിത് അവിടെ നിന്ന് പോകുന്നത്.
അലീന ഇതെല്ലാം കേട്ടോണ്ട് നിപ്പുണ്ടായിരുന്നു. അപ്പം ബബിതയും ഉണ്ടായിരുന്നു. അപ്പൊ ബബിത വന്നിട്ട് ഓഹോ അവനിപ്പോ ഇത്രയും നാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അമ്മേ അത് ഇവള് കാരണം തന്നെയാ, ഇവളെ എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞ് വീണ്ടും നമ്മുടെ ആരുടെ മെക്കിട്ട അലീനയുടെ മെക്കിട്ട് കയറി ബബിതയും. ഈ സമയത്ത് വൈജയൻ പറയുന്നുണ്ട്, നീ ശരണ്യനെ ഇങ്ങോട്ടേക്ക് വല്ലവും വിളിച്ചു വരുത്തിയാല് നോക്കിക്കോ, അവളെ ഞാൻ ഇവിടെ നാട്ടി പായച്ചു വിടും, അവളൊന്നും ഈ വീട്ടിൽ കയറാനുള്ള ഒരു അർഹതയും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അലീനയ്ക്കും ഇനിയിപ്പോ ശരണ്യനെ വിളിച്ചു വരുത്താൻ എന്താ ഒരു മാർഗം? രോഹിത്തിനാണെങ്കിൽ ശരണ്യനെ കാണുകയും വേണം, മാപ്പ് ചോദിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പൊ രോഹിത്തിന്റെ ഓരോരോ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ അലീനയുടെ ഒരു എന്താ പറയാ, ഇപ്പം അലീനയുടെ ഒരു കടപ്പാട് അല്ലെങ്കിൽ അലീനയുടെ ഒരു അവകാശം എന്നൊക്കെ പറയാം. ആ ഒരു കടപ്പാട് നമ്മുടെ അലീനയ്ക്ക് ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ രോഹിത്ത് ഈ ഒരു മാറ്റത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. രോഹിത്ത് പഴയ രോഹിത്തും അല്ല, പുതിയ രോഹിത്തുമായി അവന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ അലീനയെ കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നൊക്കെ സാധിച്ചു കൊടുക്കണം എന്ന ആ ഒരു ഇതുണ്ട് നമ്മുടെ അലീനയ്ക്ക്. അപ്പൊ അലീന നേരെ നമ്മുടെ ബാലചന്ദ്രനോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ. ബാലചന്ദ്രൻ പറഞ്ഞു അത് പോസിബിൾ ആകുമോ മോളെ, കാരണം ഇങ്ങോട്ടേക്ക് ശരണി വരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ വിളിച്ചാൽ അവള് വരും, ഉറപ്പായിട്ടും വരും. അല്ല അവൾ എങ്ങനെ വരും, അവളെ പുറത്തിറക്കുവോ? അത് പിന്നെ ഞാൻ അവിടെ അടുത്ത് എനിക്കറിയാവുന്ന ഷാജി എന്ന് പറയുന്ന ചേട്ടനുണ്ടല്ലോ ഓട്ടോ ഓടിക്കുന്നേ, ആ ചേട്ടനോട് ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ ചേട്ടൻ അവളെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നോളൂ എന്ന് പറയുമ്പോൾ അതൊക്കെ നാട്ടുകാരൊക്കെ അറിഞ്ഞ പ്രശ്നമാവില്ല. ഇനിയിപ്പോ ഇതിന്റെ കുനുമേൽ കുരു എന്നൊരവസ്ഥ വരരുതെന്ന് പറഞ്ഞപ്പോ ഇല്ല അച്ഛ, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ അമ്മയുടെ ഒരു ഇഷ്ടക്കേട് അതേ ഉള്ളെന്ന് പറഞ്ഞപ്പോ ഓ അമ്മയുടെ ഇഷ്ടക്കേട് നീ നോക്കുവൊന്നും വേണ്ട, അവളുടെ ഇഷ്ടക്കേട് ആര് നോക്കുന്നു? പിന്നെ അവൾ ഇവിടെ വരുന്ന ഇഷ്ടമില്ല എങ്കിൽ എനിക്ക് അവൾ ഇവിടെ വരുന്ന 100% ഇഷ്ടമാണ് മോളെ. അതുകൊണ്ട് നീ അത് ഓർത്തൊന്നും പേടിക്കൊന്നും വേണ്ട, നീ ധൈര്യമായിട്ട് തന്നെ നീ ശരണ്യനെ വിളിച്ചോ എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും നമ്മുടെ രവീന്ദ്രൻ സോറി കേട്ടോ, ബാലചന്ദ്രൻ പറയുന്നതിനും അപ്പുറം ഒരു വാക്ക് അവിടെ വേറെ ഇല്ലല്ലോ. അങ്ങനെ നമ്മുടെ ശരണ്യനെ ഫോൺ വിളിക്കുകയാണ് അലീന ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഒന്ന് കാണണം, ശരണി ഇവിടം വരെ വരുമോ, ഞാൻ ഷാജിയേട്ടനെ വിളിച്ച് അങ്ങോട്ടേക്ക് വിടാന്ന് പറയുമ്പോഴത്തേക്കും അതിനിപ്പോ എന്താ ചേച്ചി ഞാൻ വരാന്ന് പറയുമ്പോ എങ്ങോട്ടാ ഞാൻ വരണ്ട, അമ്പലത്തിൽ വന്നാൽ മതിയോ? അമ്പലത്തിലൊന്നും വരണ്ട, ഇപ്പം ഒരു കാര്യമുണ്ട്, എനിക്കൊരു പ്രത്യേക കാര്യം നിന്നോട് പറഞ്ഞിട്ട് നീ ആരോടും പറയരുത്, രോഹിത്തിന് നിന്നെ കാണണമെന്നൊരാഗ്രഹമുണ്ട്, അവന് നിന്നോട് മാപ്പ് ചോദിക്കണം, നിന്നോട് നന്ദി പറയണം എന്നൊക്കെ ഉണ്ട്. അപ്പം അവൻ അത് മനസ്സിൽ കിടന്ന് അവൻ ഒരുപാട് പൂപ്പലടിച്ച് അവന്റെ മനസ്സിൽ കിടന്ന് അതൊക്കെ ഒരുപാട് പൂപ്പലടിക്കുന്നുണ്ടല്ലോ. അപ്പം അതിനൊക്കെ ഒരു മാറ്റം വന്ന് അവൻ പഴയ ആ ഒരു സ്റ്റേജിൽ നിന്നൊക്കെ മാറി അവന് നല്ലൊരു ഭാവിയൊക്കെ ഉണ്ടാക്കി എടുക്കാനെങ്കിൽ നീയും കൂടെ വേണം, നീയും കൂടെ എൻ്റെ ഒപ്പം നിൽക്കണം. കാരണം അവനും മനസ്സിലാകണം, ഒരിക്കലും ഞാൻ നിർബന്ധിച്ചിട്ടൊന്നും അല്ല നീ മുഴുമാറ്റി പറഞ്ഞത്, നിനക്ക് തന്നെ അവനോടൊരു ഇത് തോന്നിയിട്ടാണ്, അവൻ നിരപരാധിയാണെന്ന് നിനക്ക് തോന്നിയിട്ട് തന്നെയാണ് എന്ന് അവനെ അറിയിച്ചു കൊടുക്കണം, എങ്കിലേ അവന്റെ മനസ്സിനൊരു വിശ്വാസം വരത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ശരണ്യനെ വിളിച്ചു വരുത്താണ് കേട്ടോ. അപ്പം ശരണ്യനെ കൊണ്ടുവരാൻ ഷാജി തന്നെയാണ് പോകുന്നത്. അപ്പം ഷാജി നമ്മുടെ ശരണ്യനെ കൊണ്ടുവന്ന് ബാലചന്ദ്രന്റെ നെടുമുരയ്ക്കൽ വീട്ടില് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇതിനെ ചൊല്ലി കുറെ വഴക്കുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ അലീന ആ വീട്ടിൽ ആരാണെന്നും എന്താണെന്നും ശരണ്യക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ദിവസമാണത്. ശരണ്യക്ക് മനസ്സിലാവുകയാണ് ആ വീട്ടിലെ വേലക്കാരി എന്നതിലുപരി നമ്മുടെ വൈജയുടെ വായിലിരിക്കുന്ന വഴക്കുകളും എല്ലാം ശരണ്യ കേൾക്കുന്നുണ്ട് കേട്ടോ. ഈ അലീന സഹിക്കുന്നത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരുപാട് സങ്കടം നമ്മുടെ ശരണ്യക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ രോഹിത് ശരണ്യോട് മാപ്പൊക്കെ ചോദിക്കുന്ന സീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ബാലചന്ദ്രൻ ശരണ്യോട് സംസാരിക്കുന്ന സീനുകളും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഷാജി തന്നെ ആ ഓട്ടോയിൽ തിരിച്ച് ആ വീട്ടിൽ കൊണ്ടുവിടാണ്. അപ്പൊ ഇതിന്റെ പേരിൽ നമ്മുടെ ശരണ്യക്ക് ഒരുപാട് വീട്ടിൽ നിന്ന് വഴക്കും ചീത്തയൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, അലീന ചേച്ചി വിളിച്ചതല്ലേ എന്ന് ഓർത്തിട്ടാണ് നമ്മുടെ ശരണ്യ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കും. ഇപ്പൊ ഇതൊക്കെ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് കേട്ടോ. നമുക്ക് നാളത്തെ വിശേഷം ഇതുവരെ പ്രമോയും നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് നാളത്തെ വിശേഷം ഞാൻ ഇന്ന് രാവിലെ ഇട്ടതിനൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ നാളത്തേക്ക് പോകുന്ന ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഏതായാലും ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും, മറക്കരുത്. ഇന്നും രാവിലെ ഒരു 7:30 7:15 നമ്മൾ വിശേഷം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.